അടുത്തൊരു ചോദ്യം നോക്കി നോക്കാം നമുക്ക്. ഈ ചോദ്യത്തിൽ ആദ്യം ഇവിടെ ഒരു ട്രയാങ്കിൾ ത്രികോണം തന്നിട്ടുണ്ട്, ഇവിടെ വേറെ ത്രികോണം ഉണ്ട്, മൂന്നാമത്തെ ഇവിടെ ഒരു ചതുരാണ്, സമചതുരം. ഈ സമചതുരത്തിന്റെ പരപ്പളവ് ഏരിയ എത്രയെന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഇതെങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ അതേപോലെ തന്നെ ബാക്കിയൊക്കെ കേട്ടോ, ഇതൊക്കെ അതേപോലെ ചെയ്യാനുള്ളത്. ഞാൻ ഇപ്പൊ ഈ ഒറ്റൊന്ന് മാത്രമേ കാണിച്ചു തരുന്നുള്ളൂ, എങ്ങനെയാണ് ഇത് ചെയ്യാന്നുള്ളത് നോക്കിക്കോ. ആദ്യം ഞാൻ ഇവിടുത്തെ ഈ താഴത്തെ ഈ ട്രയാങ്കിൾ ഉണ്ടല്ലോ, അതിനെ ഞാനൊന്ന് ഇവിടേക്ക് മാറ്റി വരച്ചു. ഇങ്ങനെ ഉണ്ടാവും അല്ലെ, ഇങ്ങനെയുള്ളത് അത്. അതിന്റെ ഇവിടെ 1 മീറ്റർ ആണെന്നും ഈ സൈഡ് 1 മീറ്റർ തന്നിട്ടുണ്ട്. മേലെ എത്ര തന്നിട്ടുണ്ടോ? ഇല്ല. നമ്മളോട് ചോദിച്ചത് എന്താണ്? ഈ പരപ്പളവ് കണ്ടെത്താനാണ്. ഈ ചതുരത്തിന്റെ സമചതുരത്തിന്റെ പരപ്പളവ് കണ്ടെത്താനാണ് നമ്മൾ ചോദിച്ചേക്കുന്നത്. പരപ്പളവ് കണ്ടെത്തണമെങ്കിൽ നമുക്ക് നീളോ അല്ലെങ്കിൽ വീതിയോ എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണം ഇവിടെ. പക്ഷെ അത് ഉണ്ടോ? ഇല്ല. അപ്പൊ അത് കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. അപ്പൊ ഞാൻ അതിനാണ് ആദ്യം എന്ത് കാട്ടുന്നത്? ഈ പറയപ്പെടുന്ന ത്രികോണം ഞാൻ അവിടേക്ക് മാറ്റി വരച്ചത് അതിനാണ്. ഇനി നോക്ക്, ഇനി ഞാൻ അതിന് പേരിടാണ് ABC എന്ന് പേരിട്ട് വരുത്തിക്കും. ABC. അപ്പൊ ഇതിന് ഞാൻ ഇവിടെ ഇങ്ങനെ A ഉണ്ട്, ഇവിടെ B2, ഇവിടെ C2, ഇവിടെ D2 അങ്ങനെയൊക്കെ ഉണ്ട്. ഇവിടെ E2, ഞാൻ F2 ഇങ്ങനെ കിട്ടും. ഇനി നമുക്ക് നോക്കിക്കട്ടോ, ഇതിന് നമുക്ക് കണ്ടെത്തേണ്ടത് BCയുടെ നീളല്ലേ കണ്ടെത്തേണ്ടത്. അപ്പൊ BCയുടെ നീളം കണ്ടെത്തൽ എങ്ങനെയാണ് ഒന്ന് പറഞ്ഞെന്നാ. പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തിട്ടാ കിട്ടുക. എങ്ങനെയാണ് പൈതഗോറസ് തിയറം കണ്ടെത്തൽ? ആദ്യം ഒരു റൂട്ട് ഇടുക അല്ലെ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ് കൃത്യമായിട്ട്. ഇവിടെ നോക്കിയാൽ നമുക്ക് AB എന്ന് പറയുന്നതിന്റെ നീളം എത്രയാണ്? 1 അതിന്റെ സ്ക്വയർ എഴുതി. അടുത്തതും 1. രണ്ടും ഒരേപോലത്തെ നമ്പർ ആയതുകൊണ്ട് ഇഷ്ടമുള്ളത് എഴുതാം. ഏറ്റവും ആദ്യം വലുതാണ് എഴുതേണ്ടത്. ഇവിടെ രണ്ടും 1 ആയതുകൊണ്ട് ഞാനത് എഴുതി. ഇനി അടുത്ത് നോക്കട്ടെ, ഇവിടെ 90 ഡിഗ്രി ഇതാണ്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് അല്ലേ കണ്ടെത്തേണ്ടത്. അതുകൊണ്ട് നടുവിൽ എന്ത് ഇടേണ്ടത്? പ്ലസ് ആണ് ഇടേണ്ടത്. ഇതിന്റെ മുമ്പത്തെ വീഡിയോ കാണണം കേട്ടോ, കൃത്യമായിട്ട് കാണുന്നെങ്കിൽ ഈ വീഡിയോകൾ കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. അടുത്തത് 1ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര? 1 × 1 1 തന്നെ പ്ലസ്. അടുത്ത 1ന്റെ കുറെ കുട്ടികൾ 1ന്റെ സ്ക്വയർ 2 എന്നൊക്കെ എഴുതിയേക്കുന്ന കുറെ കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. 1ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 × 1 എത്രയാണ്? 1 ആണ്. അടുത്ത ഇവിടെ വീണ്ടും 1ന്റെ സ്ക്വയർ 1 × 1 പറഞ്ഞാൽ എത്രയാണ്? 1. അടുത്ത സ്റ്റെപ്പില് 1 കൂടെ 1 കൂട്ടിയാൽ എത്ര കിട്ടുക? 2. അപ്പൊ √2. അപ്പൊ ഇതിന്റെ നീളം എത്രയെന്ന് കിട്ടിയ നമുക്ക്? √2 എന്ന് കിട്ടി. അതായത് ഈ ലെങ്ത് എന്ന് പറയുന്നത് എത്രയെന്ന് കിട്ടിയ നമുക്ക്? √2 ആണെന്ന് കിട്ടി. ഇനി അടുത്തത് എന്താ കാട്ടണോ? ഈ ഇതുണ്ടല്ലോ, ഈ അടുത്ത ട്രയാങ്കിൾ, ഈ ട്രയാങ്കിൾ BCD എന്ന് പറയുന്ന ഈ ട്രയാങ്കിൾ, അത് ഞാൻ മാറ്റി വരക്കാണ് ഇപ്പുറത്തേക്ക്. ശരിക്കും ശ്രദ്ധിക്കണം. BCD എന്ന് പറയുന്ന ഈ ട്രയാങ്കിൾ ഞാൻ മാറ്റി വരക്കാണ് ഇവിടേക്ക്. അത് ഞാൻ കളർ മാറ്റാം, അല്ലെങ്കിൽ ഒക്കെ പാടെ ഇതാ നോക്കട്ടോ. ഇവിടെ ആ ട്രയാങ്കിൾ ഏകദേശം ഇങ്ങനെയല്ലേ വരുന്നത്, ഇങ്ങനെയാണ് വരുന്നത് അല്ലെ. അപ്പൊ ഞാൻ അതിന് പേര് ഇവിടെ B കൊടുത്തു, ഇവിടെ C കൊടുത്തു, ഇവിടെ D കൊടുത്തു. ഇതിന്റെ ഈ ലെങ്ത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു 2 ആണ് അല്ലെ. ഇത് 2 എഴുതി ഞാൻ. ഇനി അടുത്ത് ഇവിടെ 1 എഴുതാണ്ട്. അപ്പൊ ഞാൻ ഇവിടെ 1 എന്ന് എഴുതി. നമുക്ക് കണ്ടെത്തേണ്ടത് ഏതാണ്? BDയുടെ നീളം കണ്ടെത്തേണ്ടത്. അപ്പൊ BD സമം നോക്കട്ടോ. എങ്ങനെയാണ് പൈതഗോറസ് തിയറം തന്നെ അപ്ലൈ ചെയ്യുക? റൂട്ട് ഇടുക, വലിയ റൂട്ട് ഇടുക. ഇവിടെ 2 ഉണ്ട്, √2 ഉണ്ട്, 1 ഉണ്ട്. അപ്പൊ ഏറ്റവും ആദ്യം ഏത് എഴുതുക? വലുതായിട്ടുള്ള √2 എഴുതുക, അതിന്റെ സ്ക്വയർ. പിന്നെ അടുത്ത് ഇവിടെ ആരുണ്ട്? 1 ഉണ്ട്, അതെഴുതി, അതിന്റെ സ്ക്വയർ. നടുവിൽ പ്ലസ് ആണോ മൈനസ് ആണോ? ഇതാണ് 90 ഡിഗ്രി വരുന്നത്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ളതാണ് കണ്ടെത്തേണ്ടത്. അതുകൊണ്ട് എന്താ ഇടേണ്ടത്? പ്ലസ് തന്നെയാണ് ഇടേണ്ടത്. ഈക്വൽ ടു റൂട്ട് അതുപോലെ ഇടുക. സ്ക്വയറും റൂട്ടും വെട്ടിപ്പോകൂലേ? സ്ക്വയറും റൂട്ടും വെട്ടിപ്പോയാൽ പിന്നെ ഇവിടെ ആര് മാത്രമാണ് ഉള്ളത്? 2 മാത്രമാണ് ഉള്ളത്. പ്ലസ് പിന്നെ 1ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആരാണ്? 1 × 1 എന്ന് പറഞ്ഞാൽ 1. ഇതൊക്കെ ഈ സ്ക്വയറും റൂട്ടും വെട്ടിപ്പോണതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് കാണണം. അടുത്തൊരു ഭാഗം ഇതൊക്കെ അല്ലേ, സ്ക്വയറും റൂട്ടും വെട്ടിപ്പോയാൽ പിന്നെ ഇവിടെ 2 മാത്രം പ്ലസ് അതുപോലെ ഇട്ടു. 1ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 × 1 ആണ്, അത് അതുപോലെ 2 + 1 എന്ന് പറഞ്ഞാൽ എത്ര? 3. അപ്പൊ BDയുടെ നീളം എത്രയെന്ന് കിട്ടി നമുക്ക്? √3 എന്ന് കിട്ടി. അതായത് ഈ ലെങ്ത് അല്ലേ √3 എന്ന് പറഞ്ഞാല്. ഇനി നോക്കടാ, ഈ ചതുരം ഞാനിത് അവിടേക്കൊന്ന് ഇങ്ങനെ മാറ്റി വരച്ചു പുറത്ത്. ഈ ഇതിന്റെ സമചതുരത്തിന്റെ ഏരിയ പരപ്പളവ് കണ്ടെത്താൻ നമ്മളോട് പറഞ്ഞു. പരപ്പളവ് കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താ? ലെങ്ത് × ബ്രെഡ്ത്ത് ആണ്. നീളം × വീതി ചെയ്താൽ അതിന്റെ ഉത്തരം കിട്ടി. ഇതിന്റെ നീളം എത്രയും നമുക്ക് കിട്ടിയില്ല. ഇപ്പോ √3. ഇത് സമചതുര, അങ്ങനെയാണെങ്കിൽ എന്റെ വീതിയും ഒക്കെ എന്തെന്നെ ആയിരിക്കും? √3 ആയിരിക്കും വരിക. അപ്പൊ എങ്ങനെ കണ്ടെത്തുക? ലെങ്ത് √3 എഴുതി, ഇൻറ്റു ബ്രെഡ്ത്ത് വീതി, അതും എത്ര തന്നെയാണ്? √3. നേരത്തെ പറഞ്ഞില്ലേ ഞാൻ 2 × 2 എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? 2ന്റെ സ്ക്വയർ എന്നല്ലേ. 4 × 4 എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? 4ന്റെ സ്ക്വയർ എന്നല്ലേ. അങ്ങനെയാണെങ്കിൽ √3 × √3 പറഞ്ഞതിന്റെ അർത്ഥം എന്താ? √3ന്റെ സ്ക്വയർ എന്നല്ലേ. അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു സ്ക്വയറും റൂട്ടും ഒരുമിച്ച് നിൽക്കുമോ? ഇല്ല, ഒരു രണ്ടാളും കട്ട് ചെയ്ത് പോകും. പിന്നെ ഇവിടെ ആര് മാത്രമാണ് ഉള്ളത്? 3 മാത്രമാണ് ഉള്ളത്. ചോദ്യത്തിൽ ഇവിടെയൊക്കെ തന്നിക്കുന്നത് മീറ്റർ എന്നുള്ളതാണ്. അപ്പൊ എന്ത് എഴുതി നമ്മൾ ഇതിനെ? ഉത്തരത്തിൽ പരപ്പളവ് കണ്ടെത്താൻ പറഞ്ഞിരിക്കണമെങ്കിൽ അപ്പോൾ എന്തിടണം? യൂണിറ്റ് സ്ക്വയർ ഉണ്ടാവട്ടോ, മീറ്റർ സ്ക്വയർ. ഇതേപോലെ ഇതൊക്കെ നിങ്ങൾ എന്താവണം? ഒന്ന് കണ്ടെത്തിയിട്ട് ഒറ്റക്ക് ഇങ്ങനെ ചെയ്ത് നോക്കുക. ആദ്യം ഇതിന്റെ വെച്ചിട്ട് ഇവിടുത്തെ നീളം കണ്ടെത്തുക. അപ്പൊ ആ നീളം കിട്ടിയല്ലോ. പിന്നെ ഇതും വെച്ചിട്ട് ഇവിടുത്തെ നീളം കണ്ടെത്തുക. പിന്നെ ഈ നീളവും വെച്ച് ഇവിടുത്തെ നീളം കണ്ടെത്തുക.
ഈ നീളവും വെച്ച് ഇവിടുത്തെ നീളം കണ്ടെത്തുക. ഇവിടുത്തെ നീളം എന്താണോ കിട്ടിയത് അതന്നെ ഒരു ഇവിടുത്തെ നീളം. അപ്പൊ അത് രണ്ടും പാടെ ഇൻറ്റു ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അതിന്റെ ഏരിയ കിട്ടും എന്നുള്ളതാണ്. അപ്പൊ അത് നിങ്ങൾ ചെയ്ത് നോക്കുക. അടുത്ത ഒരു ഭാഗം നോക്കിയേക്കാം നമുക്ക്. റൂട്ട് 2 വലുതും, ശ്രദ്ധിക്കണം കേട്ടോ, ചോദ്യം ശരിക്കും ശ്രദ്ധിക്കുക. ഫൈൻഡ് 3 ഫ്രാക്ഷൻസ്, 3 ഭിന്ന രൂപങ്ങൾ എഴുതാനാ പറഞ്ഞിരിക്കുന്നത്. ഗ്രേറ്റർ ദാൻ √2 ആൻഡ് ലെസ് ദാൻ √3. എങ്ങനെ കണ്ടെത്താൻ നോക്കിക്കോ. √2 എന്ന് പറഞ്ഞതിന്റെയും √3 എന്നുള്ളതിന്റെയും ഇടയിലുള്ള 3 സംഖ്യകൾ എഴുതാനാണ്. നമ്മൾ നേരത്തെ പഠിച്ചു √2 എന്ന് പറഞ്ഞാൽ എത്രയാണ് എന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. എത്ര √2 എന്ന് പറഞ്ഞാൽ? ശരിക്കും നോക്കണം കേട്ടോ. √2 എന്ന് പറഞ്ഞാൽ അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചിലതൊക്കെ കാണാതെ പഠിക്കാണ്ടുണ്ട്. √2 എന്ന് പറഞ്ഞാൽ 1.414 എന്നുള്ളതാണ്. √3 എന്ന് പറഞ്ഞാൽ എന്താണ്? 1.732 എന്നുള്ളതാണ്. ഇത് നമ്മൾ പഠിക്കണം. ഇതിന്റെ ഇടയിലുള്ള 2-3 നമ്പറുകൾ എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഞാനിപ്പോ ഉദാഹരണത്തിന് ഇതിന്റെ ഇടയിൽ ഞാൻ ഇപ്പൊ തൽക്കാലം നമുക്ക് പോയിന്റിന് ശേഷം ഒരൊറ്റ നമ്പർ മാത്രം ഞാൻ എടുക്കുകയാണ്, എളുപ്പത്തിന് നമുക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. നോക്കി നോക്കാം നമുക്ക്. 1.4ന്റെയും 1.7ന്റെയും ഇടയിലുള്ള നമ്പറുകൾ ഒന്ന് പറയാൻ പറഞ്ഞാൽ ഏതൊക്കെ നിങ്ങൾ പറയാ? 1.5 പറ്റൂലേ? 1.4ന്റെയും 1.7ന്റെ ഇടയിലല്ലേ 1.5. അതേപോലെ തന്നെ 1.6 പറ്റൂലേ? പറ്റും. ഇതൊക്കെ എന്താണ്? 1.4ന്റെയും 1.7ന്റെയും ഇടയിലുള്ളതാണ്. പിന്നെ വേറെ ഏതെങ്കിലും നമ്പർ ഉണ്ടോ? കഴിഞ്ഞോ? ഇല്ല. അങ്ങനെ ആലോചിക്കരുത്. നോക്കിക്കോട്ടെ, നമുക്ക് ഇഷ്ടം പോലെ നമ്പറുകൾ പറയാൻ പറ്റും. ഞാൻ വേറൊരു നമ്പർ പറയാം. 1.45. ആലോചിച്ച് നോക്കാം. 1.45. അതെവിടെ? 1.7 എത്തിയോ? എത്തിയിട്ടില്ല. എന്നാ 1.4 കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഇഷ്ടം പോലെ നമ്പറുകൾ എഴുതാം. ഒരാൾക്ക് 1.56 എഴുതി കൂടെ? പറ്റും. അങ്ങനെ കുറെ നമ്പറുകൾ എഴുതാൻ പറ്റും. പക്ഷെ നമ്മൾ ഇത് പോയിന്റിന്റെ രൂപത്തിൽ, അതിന്റെ ഡെസിമൽ ഫോം എന്നാ വിളിക്കുക, ദശാംശ രൂപം എന്നാ വിളിക്കുക. പക്ഷെ നമ്മുടെ ദശാംശ രൂപത്തിൽ എഴുതാനോ പറഞ്ഞിരിക്കുന്നത്? അല്ല, ഭിന്നസംഖ്യയുടെ ഫ്രാക്ഷണൽ ഫോമിൽ എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ ഇതിനെ ഫ്രാക്ഷണൽ ഫോമിലേക്ക് എഴുതാം എന്നുള്ളതാണ് ഞാൻ അടുത്ത് പറയുന്നത്. ശരിക്കും നോക്കിക്കോ. ഇപ്പൊ പോയിന്റുള്ള രൂപത്തിൽ എങ്ങനെയാണ് എഴുതുക എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി. ഇനി എങ്ങനെയാണ് ഇതിനെ ഫ്രാക്ഷണൽ ഫോമിലേക്ക്, ഭിന്ന രൂപത്തിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. ശരിക്കും ശ്രദ്ധിച്ചോട്ടോ, വളരെ എളുപ്പം, ഈസിയാണ്. ആദ്യം ഞാൻ എന്ത് ചെയ്ത് ഇതിനെ പോയിന്റ് ഇല്ലാത്ത രൂപത്തിൽ, 1.5നെ പോയിന്റ് ഇല്ലാത്ത രൂപത്തിൽ എഴുതുമ്പോൾ എന്താ വരിക? 15 എന്നാ വരിക. ബൈ, താഴത്തൊരു ബൈ ഇടുക, അതിന് ശേഷം ഒരു 1 ഇടുക. ഇതാണ്ട് അതിന്റെ സ്റ്റെപ്പാണ്. 1.5ന് ഞാൻ എന്ത് എഴുതി? 15 എന്ന് എഴുതി. ബൈ ഇടുക, എന്നിട്ട് 1 ഇടുക. പോയിന്റിന് ശേഷം എത്ര നമ്പർ ഉണ്ട് ഇവിടെ? ഒറ്റ ഒന്നല്ലേ ഉള്ളൂ അല്ലെ? 5 ഒരു നമ്പർ അല്ലേ ഉള്ളൂ. അപ്പൊ ഒറ്റ 0 ഇടുക. ഉത്തരായി 15/10. അടുത്ത് നോക്കിയേക്കാം. അടുത്തും കൂടി പറഞ്ഞാൽ ഒന്നുകൂടി ക്ലിയർ ആവും. 1.6ന് പോയിന്റ് ഇല്ലാത്ത രൂപത്തിൽ എഴുതുക, അതായത് 16. ബൈ ഇടുക, 1 ഇടുക. അതിന് ശേഷം പോയിന്റിന് ശേഷം എത്ര നമ്പർ ഉണ്ട് ഇവിടെ? ഒറ്റ 1. അപ്പൊ ഒരു 0 ഇടുക. 10. 16/10. അടുത്തത് ഇതിനെ പോയിന്റ് ഇല്ലാത്ത രൂപത്തിൽ എഴുതുമ്പോൾ എന്താ വരിക? 145 എന്നല്ലേ വരിക. ബൈ ഇടുക, 1 ഇടുക. പോയിന്റിന് ശേഷം എത്ര നമ്പറുകൾ ഉണ്ട്? 2 നമ്പറുകൾ. അപ്പൊ 2 0 ഇടുക. ഇത്രയായി. വളരെ സിമ്പിൾ ആണ്. വളരെ ഈസി ആയിട്ട് മാർക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സെക്ഷൻ ആണ് കേട്ടോ ഇത്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം.